വീട്ടിലൊന്നും ബോട്ടിൽ ഇല്ലാഞ്ഞിട്ട് കടയിൽ പോയി ഒരു സാധനം വാങ്ങി അതിന്റെ അകത്തുള്ളെല്ലാം പുറത്തിട്ട് എന്നിട്ട് അത് വെച്ച് ക്രാഫ്റ്റ് ചെയ്യുന്ന പുള്ളിക്കാരിയാണ് ഈ സംസാരിക്കുന്നത്. എന്തായാലും കടയിൽ പോയി വാങ്ങി, എന്നാ പിന്നെ നല്ലൊരെണ്ണം നോക്കി വാങ്ങാൻ മേലായിരുന്നു എന്നേനെ എന്നോട് എന്നെ ചോദിച്ചു. കാരണം നമ്മുടെ ബോട്ടിലിന് ഷേപ്പ് എത്ര പോരായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച വടിവത്ത ശരീരമൊന്നും ആ ബോട്ടിൽ ഇല്ലായിരുന്നു. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന വിധം ഒരു ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നാലും ഏതൊരു സൈഡിൽ നോക്കുമ്പോൾ ഒരു തകരാറ് പോലും ഇല്ലേ. അത് കുഴപ്പമില്ല, നിങ്ങൾ ആ സൈഡിൽ നോക്കാതിരുന്നാൽ മതി. കണ്ണും മൂക്കും പെരുകവും നെറ്റിപ്പട്ടവും കൊമ്പും ഒക്കെ വെച്ച് ഒരു കാളത്തലയാണ് ഞാൻ ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞ പെയിന്റ് അടിക്കാൻ സമയപ്പോഴാണ് ഞാൻ പെട്ടുപോയത്. കാരണം പെയിന്റ് അടിക്കാൻ ആവശ്യത്തിലധികം സാധനങ്ങൾ ഇതിലുണ്ടല്ലോ. ഓരോന്നിനും ഏതൊക്കെ കളേഴ്സ് കൊടുക്കും ഓർത്തിട്ട് ഞാൻ ടെൻഷൻ ആയിപ്പോയി. നമ്മളൊരു കുഞ്ഞൻ ചെവിയൊക്കെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തപ്പോ അമ്മ ഒന്നും അറിയാ ചെറിയ ചെവിയല്ല വലിയ ചെവിയാ വേണ്ടേന്ന്. ഇനി ഇത് മാറ്റി വലിയ ചെവിയൊക്കെ വെച്ച് അതും പെയിന്റ് ഒക്കെ അടിച്ച് വരുമ്പോഴേക്കും നേരം വെളുക്കും. അതുകൊണ്ട് തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ കൈ കെട്ടി സകല ഡിസൈനിങ് സാധനങ്ങളും പറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് കണ്ടെടുത്തെല്ലാം ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്തു. കൊമ്പിലും കണ്ണിലും മൂക്കിലും. എന്നിട്ടൊരു തൃപ്തി കിട്ടുന്നില്ലായിരുന്നു. കുറച്ചുകൂടെ ഒട്ടിച്ചു കൊടുക്കാൻ കൈയൊക്കെ അങ്ങ് തരിക്കുമായിരുന്നു. പിന്നെ ഇപ്പൊ തന്നെ നല്ല ഓവറാണ്. കുറച്ചുകൂടെ ചെയ്ത് കൊളാക്കണ്ടെന്ന് വെച്ചു. ചെയ്തിരുന്നപ്പോ ഏകദേശം വെളുപ്പിന് 5:30 ആയി. പക്ഷെ അപ്പൊ കാണുന്നതിലും ഭംഗി സന്ധ്യക്കുള്ളൊരു വെയില് ഡോറ് വഴി അകത്ത് കടിച്ചപ്പോ അപ്പൊ നമ്മുടെ കാളത്തല കാണാനുണ്ടായിരുന്നു.